അർദ്ധരാത്രിയോടുകൂടി ആരംഭിച്ച കടൽക്ഷോഭം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ശക്തമായ കടൽക്ഷോഭമാണ് ഇപ്പോഴും ഇവിടെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലെ പുന്നപ്ര, വണ്ടാനം ഭാഗങ്ങളിൽ ശക്തമായ കടലാക്രമണമാണ് നടന്നിരിക്കുന്നത്. നീർക്കുന്നം മുതൽ പഴയങ്ങാടി വരെയുള്ള ഏതാണ്ട് 9 കിലോമീറ്റർ പരിധിയിൽ ശക്തമായ കടൽക്ഷോഭമാണ് നടന്നിരിക്കുന്നത്. ഇവിടെ 200-ലധികം വീടുകൾ ആണ് വെള്ളം കയറിയിരിക്കുന്നത്. സുനാമി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ തന്നെ നിർമ്മിച്ചു നൽകിയ ഏതാണ്ട് എല്ലാ വീടുകളിലും വെള്ളം കയറിയിരിക്കുന്നു. രാത്രി തന്നെ പുലർച്ചയോടുകൂടി തന്നെ പല ജനങ്ങളും ബന്ധുക്കളുടെ വീട്ടിൽ, തൊട്ടടുത്തുള്ള ബന്ധുക്കളുടെ വീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സർക്കാർ അടിയന്തരമായി ആരംഭിച്ച ക്യാമ്പിലേക്കും കുറച്ചാളുകളെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ കളക്ടറേറ്റിൽ നിന്നും എത്തിയ റവന്യൂ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തുകയും ദുരിതാശ്വാസ നടപടികൾക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 9 കോടിയുടെ നബാർഡിൻ്റെ പദ്ധതി അടിയന്തരമായി നടപ്പാക്കും എന്ന് പറഞ്ഞിരുന്ന സ്ഥലമാണിത്. എന്നാൽ അത് നടപ്പാക്കാത്തതിൽ ഇപ്പോൾ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. ഈ ഉച്ചസമയത്തും ഇപ്പോൾ ശക്തമായ കടൽക്ഷോഭമാണ് ഈ ആലപ്പുഴയുടെ തീരമേഖലയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്.